പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ശഅബാൻ മാസത്തിന് നമ്മളൊക്കെ പലപ്പോഴും അറിഞ്ഞതും അറിയാത്തതുമായ ഒരു 8ഓളം പ്രത്യേകതകളുണ്ട്, 8ഓളം മഹത്വങ്ങൾ ഈ ശഅബാൻ മാസത്തിലുണ്ട്. ഒന്നാമത്തേത്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരുപാട് ഹുക്കുമുകളുണ്ട്, ഒരുപാട് വിധികൾ, അല്ലെ? ഹലാല്, ഹറാമ്, അങ്ങനെ ഒരുപാട് വിധികളുണ്ട്. ഇപ്പോൾ റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ്, മുസ്ലിമീങ്ങൾ പിടിക്കൽ നിർബന്ധമാണ്, അതൊരു വിധിയാണ്. റമളാനിലെ നോമ്പ് ഉപേക്ഷിക്കൽ പാടില്ല, ഹറാമാണ്, മനഃപൂർവ്വം ഉപേക്ഷിക്കൽ ഹറാമാണ്. റമളാനിലെ നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. റമളാനിലെ നോമ്പ് പിടിക്കൽ നിർബന്ധമാണെന്നുള്ള വിധി അല്ലാഹു തആല ഇറക്കിയത് ഏത് മാസത്തിലാണ്? അത് ശഅബാൻ മാസത്തിലാണെന്നാണ്. പിന്നെ സക്കാത്ത് നിർബന്ധമാണ്, സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന ആ ഒരു വിധി വന്നതും പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിലാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കുക, ഫിത്ർ സക്കാത്ത്, നമ്മളിപ്പോൾ ഈ ഫിത്ർ സക്കാത്ത് റമളാനിൽ 30 നോമ്പ് പിടിച്ചിട്ട് ആ 30ാമത്തെ നോമ്പ് അല്ലെങ്കിൽ 29ാമത്തെ നോമ്പ് നിലാവ് കണ്ടാൽ ആ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് ഉണ്ടല്ലോ, അത് നിർബന്ധമാണ്, കഴിവുള്ളവർ കൊടുക്കൽ നിർബന്ധം. അത് നിർബന്ധമാണെന്നുള്ള വിധി വന്നതും എപ്പോഴാണ്? ഈ ശഅബാൻ മാസത്തിലാണ്. പിന്നെ 2 പെരുന്നാൾ നമസ്കാരം, ആ പെരുന്നാൾ നമസ്കാരം മുസ്ലിമീങ്ങൾക്ക് ശക്തിമത്തായ സുന്നത്താണ് എന്ന വിധി വന്നതും എപ്പോഴാണ്? ശഅബാൻ മാസത്തിലാണ്. മറ്റൊരു പ്രത്യേകതയാണ് ഖിബില മാറ്റം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നായിരുന്നു നബി തങ്ങൾ നമസ്കരിച്ചിരുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരുന്നപ്പോൾ തന്റെ 53ാമത്തെ വയസ്സ് വരെ നബി തങ്ങൾ പലപ്പോഴായി നിസ്കരിച്ചത്, തിരിഞ്ഞു നിന്നത്, ദുആ ചെയ്തതൊക്കെ ഈ പരിശുദ്ധമായ കഅബയിലേക്കാണ്. അങ്ങനെ നബി തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് വരുന്ന സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, നബിയെ, ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കരിക്കേണ്ടത് ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടതെന്നുള്ള വിധി വന്നു. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിധി സ്വീകരിച്ചു. പക്ഷേ നബിക്ക് എപ്പോഴും ഇഷ്ടം ആ പഴയ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കലായിരുന്നു. അങ്ങനെ കുറച്ച് മാസം അങ്ങനെ നബി തങ്ങൾ നിസ്കരിച്ചു. അപ്പോൾ നബി തങ്ങൾക്ക് ഭയങ്കര ഒരു മനസ്സിൽ ആഗ്രഹം എന്താണ്? പഴയ എൻ്റെ കിബിലയാകുന്ന കഅബയിലേക്ക് തന്നെ നിസ്കരിക്കണം. പക്ഷേ നബി തങ്ങൾ അങ്ങനെ ഒന്നും ദുആയൊന്നും ചെയ്തില്ല. അല്ലാഹു തആല നബി തങ്ങളുടെ മനസ്സ് കണ്ടു, നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ആ പഴയ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് നിങ്ങൾ നിസ്കരിക്കുക എന്ന വിധി അല്ലാഹു തആല കൊടുത്തത് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്.